നമസ്കാരം. വിവാദങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ലാത്ത നാടാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. ഇവിടെ വിവാദങ്ങൾ തന്നെ എല്ലാ ദിവസവും ഒന്നിലധികം ഉണ്ട്. അത് പോരാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ പറന്നുപോയത് ഏണി വെച്ച് പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ കേരളം. സംഗതി എന്താണെന്നല്ലേ, കഴിഞ്ഞ വർഷം അതായത് 2025 മഹാകുംഭമേള ഉത്തർപ്രദേശിൽ നടന്നപ്പോൾ സോഷ്യൽ മീഡിയ വഴി വൈറലായ ഒരു കൊച്ചു പെൺകുട്ടി ഉണ്ടായിരുന്നു. അന്ന് 16-കാരിയായ പെൺകുട്ടി എന്ന് പറഞ്ഞിട്ടാണ് മാധ്യമങ്ങളെല്ലാം അവരെ അവതരിപ്പിച്ചിരുന്നത്. അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയാലും 2009 അവർ ജനിച്ചത്, ജനുവരിയിൽ. അപ്പോൾ ശരിയാണ്, ആ സമയത്ത് 16 വയസ്സുകാരി തന്നെയായിരുന്നു. ആ പെൺകുട്ടി ഇപ്പോൾ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ പൂവാർ എന്ന സ്ഥലത്ത്, തിരുവനന്തപുരത്താണ്, അവിടെ വന്നു. പക്ഷേ എന്നാൽ ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ ഏതാണ്ട് കഴിഞ്ഞ 1.5 വർഷമായിട്ട് കൂട്ടുകാരെന്നോ കാമുകനെന്നോ ഒക്കെ പറയാവുന്ന ഒരു മുസ്ലിം നാമധാരിയും കൂടി തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടുന്നു. തങ്ങൾ ഇഷ്ടത്തിലാണെന്നും തങ്ങളുടെ മാതാപിതാക്കൾ, അതായത് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ വിവാഹത്തിന് സമ്മതം തരുന്നില്ല എന്നും മറ്റൊരു മതസ്ഥനായതിനാൽ അവർ സമ്മതിക്കുന്നില്ല, ഇന്ത്യയിൽ മറ്റൊരിടത്തും തങ്ങൾക്ക് സുരക്ഷ കിട്ടില്ല, അതിനാലാണ് കേരളത്തിലേക്ക് വരുന്നതും തങ്ങളെ സഹായിക്കണം എന്ന തരത്തിൽ അവിടെ ചെന്ന് പറയുന്നു. തുടർന്ന് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തുന്നു. അവരോട് കുട്ടിക്ക് പ്രായപൂർത്തിയായതിനാൽ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നൊക്കെ പറഞ്ഞു വിടുന്നു. പിന്നെ കേരളം കാണുന്ന വാർത്ത, നമ്മുടെ ബഹുമാന്യനായ ഒരു മന്ത്രിയും പിന്നെ രാജ്യസഭാ എംപിയും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഈ പെൺകുട്ടിയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇതൊരു ലവ് ജിഹാദൊന്നും അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. തിരുവനന്തപുരത്ത് തന്നെയുള്ള ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വെച്ച് ഏതാണ്ട് ഹൈന്ദവ ആചാരപ്രകാരമാണ് വിവാഹമൊക്കെ നടത്തി കൊടുക്കുന്നതായിട്ട് കാണുന്നത്. അതായത് പൊതുവേ ഇത് ഒരു ലവ് ജിഹാദാണ്, തട്ടിക്കൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പരാതിയുമായിട്ട് നടക്കുന്നത്. അപ്പോൾ അത് അങ്ങനെയല്ല, ലവ് ജിഹാദ് അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയും എം പിയൊക്കെ തന്നെ മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഇതിങ്ങനെ കാണിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊരു വള്ളിക്കെട്ടാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടില്ല എങ്കിൽ ഈ മന്ത്രിയും എം പിയും എല്ലാവരും ഉത്തരം പറഞ്ഞേ പറ്റൂ. കാരണം അവിടെ മധ്യപ്രദേശിൽ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ തങ്ങളുടെ മകൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കോടതിയിൽ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കല്യാണം നടത്തി കൊടുത്തവരൊക്കെ ഉത്തരം പറയേണ്ടി വരും. അങ്ങനെ കേരളം ഒരാവശ്യവുമില്ലാതെ പറന്നു പോയത് ഏണി വെച്ച് പിടിക്കുകയായിരുന്നോ എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ ബലപ്പെട്ട് വരുന്നത്. കാരണം ഈ പെൺകുട്ടിയുടേതായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്താണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. നമുക്ക് നെറ്റ് നോക്കിയാലും കാണാൻ പറ്റും. കാരണം ആ സമയത്ത് തന്നെ 16 വയസ്സുള്ള കുട്ടി എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ വർഷം തന്നെ സോഷ്യൽ മീഡിയയും അതേപോലെ തന്നെ വിഷ്വൽ മീഡിയയും എല്ലാം ഈ പെൺകുട്ടിയെ നമ്മുടെ മുന്നിൽ കാണിച്ചത്. അപ്പോൾ കഴിഞ്ഞ വർഷം 16 വയസ്സായിട്ടുള്ള ആ കുട്ടിക്ക് ഈ വർഷം 17 വയസ്സാവാൻ എങ്ങനെ നോക്കിയാലും 17 വയസ്സേ ആവത്തുള്ളൂ, 18 വയസ്സായിട്ടില്ല. ഈ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അടുത്ത വർഷം ജനുവരിയിലേ ഇതിന് പ്രായപൂർത്തിയാവുകയുള്ളൂ. അപ്പോൾ അതുവരെ കാത്തിരിക്കാതെ വളരെ പെട്ടെന്ന് ഇത് ലവ് ജിഹാദ് അല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഹൈന്ദവ ആചാരപ്രകാരം വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്നു. അത് ഒരു നിയമപ്രശ്നത്തിലേക്ക് പോകുമോ എന്നാണ് അറിയാനുള്ളത്. കാരണം 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരുപക്ഷെ നിയമപ്രശ്നത്തിലേക്ക് തന്നെ പോയേക്കാം. മധ്യപ്രദേശ് നമ്മളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറേ കൂടെ വലിയ സംസ്ഥാനമാണ്. അവിടെ കൂടുതൽ MLA-മാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ അവസാനം 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വലിയ നിയമ ഏറ്റുമുട്ടലിലേക്ക് പോകുമോ എന്നാണ് ഈ ആവേശമൊക്കെ ആദ്യത്തെ 1-2 ദിവസമൊക്കെ കാണത്തുള്ളൂ. പിന്നീട് ഇത് നിയമത്തിൻ്റെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾ എന്തിനിത്ര ധൃതി വെച്ച് ഈ വിവാഹം കഴിപ്പിച്ചു എന്നൊക്കെ മന്ത്രിയോടും എം പിയോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കിടന്ന് നക്ഷത്രം വേണ്ടി വെള്ളം കുടിക്കേണ്ടി വരും. ഒരുപക്ഷെ ഇവിടുത്തെ സോ കോൾഡ് പ്രവൃത്തർ നവോത്ഥാന മലയാളികൾക്കൊക്കെ ഒരുപക്ഷെ ഈ വിവാഹം കണ്ടിട്ട് കൈയടിക്കുന്നവരൊക്കെ ഉണ്ടാവാം. കണ്ടോ, ഇത് ലവ് ജിഹാദ് അല്ല, ലവ് ജിഹാദ് ആണെങ്കിൽ ആ പെണ്ണിനെ മതം മാറ്റിക്കൊണ്ട് പോവില്ലായിരുന്നു, ഇത് അങ്ങനെയല്ലല്ലോ ഇങ്ങനെയല്ലേ നടത്തിയത്, അപ്പോൾ ഇങ്ങോട്ട് എടുക്കുകയായിരുന്നു, അത് യഥാർത്ഥത്തിലുള്ള പ്രണയമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ അവർ ന്യായീകരിക്കും. അതെന്തെങ്കിലും ആയിക്കോട്ട് പോട്ടെ, അത് യഥാർത്ഥത്തിലുള്ള പ്രണയമോ അല്ലാത്തതോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അത് അവരുടെ ജീവിതം, അവരുടെ വിധി, അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുത്ത വഴി. അതിനെപ്പറ്റി പറയാൻ ഞാനോ നിങ്ങളോ ഒന്നും, എനിക്കോ നിങ്ങൾക്കോ ഒന്നും അതിനെപ്പറ്റി പറയാൻ, കമൻറ്റ് പറയാൻ പോലുള്ള അവകാശമില്ല. അതൊക്കെ അവരുടെ സ്വകാര്യമായിട്ടുള്ള ജീവിതമാണ്. പക്ഷേ ഈ രാജ്യത്ത് ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് 18 വയസ്സ് പെൺകുട്ടിക്ക് തികഞ്ഞിരിക്കണം വിവാഹം കഴിക്കണമെങ്കിൽ. അല്ലാതെ സ്വന്തം മാതാപിതാക്കൾക്ക് പോലും അവളെ വിവാഹം കഴിപ്പിക്കാനുള്ള അവകാശമില്ല. അങ്ങനെ ചെയ്താൽ നിയമത്തിന് മുന്നിൽ തെറ്റാണ്, നിങ്ങൾ ശിക്ഷിക്കപ്പെടും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ പെൺകുട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, അതും ഭാഷാപരമായും സംസ്ഥാനപരമായും പോലും ബന്ധമില്ലാത്ത മറ്റൊരു സംസ്ഥാനത്ത് വെച്ചിട്ട് ഇതേപോലെ വളരെ പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കുന്നു. അത് മാധ്യമ വാർത്തയാവുന്നു. ഇനി തുടർന്ന് അവിടെ ഇത് എങ്ങനെയാവും എന്നാണ് അറിയാനുള്ളത്. കുറച്ചുകൂടി അവർക്ക് സാവകാശം തേടാമായിരുന്നു. ഒരുപക്ഷെ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ജനന തീയതിയും വർഷവുമൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഈ നിയമത്തെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ കൊഞ്ഞനം കുത്തുന്നതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തു വെച്ചത്. ഇതിൻ്റെ സത്യം എന്തായാലും പുറത്തു വരും എന്ന് പ്രതീക്ഷിക്കാം. ലവ് ജിഹാദെന്നോ ലവ് കുരുക്ഷേത്രമെന്നോ ഒന്നും ഇതിനെ പറയേണ്ട കാര്യമില്ല. കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് തന്നെ പോവട്ടെ. പക്ഷേ അറിയേണ്ടത്, പ്രായപൂർത്തിയായിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയെയാണോ ഇതേപോലെ അന്യമതസ്ഥനായിട്ടുള്ള ഒരാൾക്ക് ഇവർ വിവാഹം കഴിപ്പിച്ച് കൊടുത്തത്? അങ്ങനെയെങ്കിൽ അത് തികച്ചും ഒരു ഉചിതമല്ലാത്ത, അത് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. കാരണം നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് അങ്ങനെ ആരും ചെയ്യാൻ പാടില്ല. അതിനി മുഖ്യമന്ത്രിയാണെങ്കിലും ശരി, പ്രധാനമന്ത്രിയാണെങ്കിലും ശരി, അങ്ങനെ ചെയ്തെങ്കിൽ അത് മനഃപൂർവ്വം നമ്മുടെ നിയമവ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല.